ന്യായം അതാണ്. ഏത്? ഞങ്ങൾക്ക് പഠിച്ചവന്റെ മുമ്പിൽ പറഞ്ഞു നിൽക്കാൻ എന്തെങ്കിലും ഒരു മാർഗം വേണല്ലോ. ലഖദ് കാന ലക്കും ഫീഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അതിന് നമുക്ക് അവരിലാണ് മാർഗമുള്ളത് എന്നുള്ള പറഞ്ഞാൽ അറിയോ? വമയ്യതവല്ല, ഇത് നിറവേറ്റുന്നതിൽ നിന്ന്, ഇതിനോട് കൂടെ കൂടുന്നതിൽ നിന്ന്, ഇതിനെ സഹായിക്കുന്നതിൽ നിന്ന്, ഇതിന് പിൻബലം നൽകുന്നതിൽ നിന്ന്, ഇതിന് നേതൃത്വം നൽകാനുള്ള സാഹചര്യവും കഴിവും ഉണ്ടായിട്ട് അത് ചെയ്യാതിരുന്നതിന് ആരെങ്കിലും പിൻകാലിൽ മടങ്ങിപ്പോയാൽ, തൗഹീദിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ആരെങ്കിലും വമയ്യതവല്ല, ആരെങ്കിലും പിന്മാറിയാൽ ഒറ്റടിയാണ്. അവരെ ഞാൻ അതാക്കും ഇതാക്കുന്നൊന്നും പറഞ്ഞില്ല. നിങ്ങൾ അറിയണം, ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, ഫഇന്നല്ലാഹ ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അള്ളാഹ്ക്ക് ഇത് നിങ്ങൾ തന്നെ വേണമെന്നില്ല. എന്തൊരു പ്രയോഗം നോക്കാണി. അള്ളാഹു എന്തിനും കഴിവുള്ള ഗനിയ്യ്, സമ്പൻ, റിച്ചസ്റ്റ് ആണ്, ഐശ്വര്യവാനാണ്, എന്തിനും കഴിവുള്ളയാളാണ്, കഴിവുള്ള ശക്തിയാണ്, കഴിവുള്ളവനാണ്. എന്താ ഇതിനർത്ഥം? നിങ്ങളുടെ പണി നോക്കിയിടതല്ലേ ഇത്? ഈ ആയത്തിലില്ലെങ്കിൽ വേറൊരായത്ത് പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൂറത്ത് തൗബ പഠിച്ചപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു മാലക്കും ഇദാ ഖീല ലക്കും ഉൻഫിറൂ ഫീ സബീലില്ലാഹി ഇസ്താഖൽതും ഇലൽ അർദി അറദീതും ബിൽ ഹയാത്തി ദുനിയ മിനൽ ആഖിറ ഫമാ മതാഉൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. ഏയ് മുഅ്മിനീങ്ങളെ, അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞ എന്തടോ നിങ്ങൾക്ക് ഒരു തടസ്സം? ഇസ്താഖൽതും ഇലൽ അർദി, ഭൂമിയിലേക്കാണ് കൂടുതൽ സ്വാധീനം, ചായ്വില്ലേ, താല്പര്യല്ലേ? പച്ചയായിട്ട് നമ്മോട് ചോദിക്കരുത്, കളിയാക്കല്ലെന്ന് വെച്ചാൽ കളി. റളീതു ബിൽ ഹയാത്തി ദുനിയ മിനൽ ആഖിറ, എല്ലാ ദുനിയാവ് മതിയോ? പരലോകം വേണ്ടേ? ദുനിയാവിനേക്കാൾ നിങ്ങൾക്ക് തൃപ്തി നൽകുന്നത് പരലോകത്തെക്കാൾ തൃപ്തി നൽകുന്ന ദുനിയാവാണില്ലേ? നാം മനസ്സിലായിക്കോടി. ഫമാ മതാഉൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. ദുനിയാവ് വളരെ ചെറുതാണ്, ശുഷ്കമാണ്. പരലോകമാവട്ടെ ദുനിയാവിനെ അപേക്ഷിച്ച് എത്രയോ പ്രധാനപ്പെട്ടതും വിശാലമായതും അനന്തവുമാകും. എന്നിട്ടല്ല പറഞ്ഞെന്നറിയോ? ഇല്ലാ തംഫിറു. ആയത്തൊടിച്ചോ, ഇല്ലാ തംഫിറു, നിങ്ങളിതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടില്ല എങ്കിൽ യുഅദ്ദിബുക്കും അദാബൻ അലീമൻ, അള്ളാഹു നിങ്ങളെ കഠിനമായി വേദനയിൽ ശിക്ഷ അനുഭവിക്കും. നമ്മളോടെ എന്നിട്ട് നിർത്തിയില്ല, വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലെങ്കിൽ മറ്റൊരു ടീമിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എന്റെ ദഅവാ പ്രവർത്തനങ്ങൾക്ക് മുടക്കമില്ലാതെ നടത്തും. അതാ മേലെ പറഞ്ഞ ഇന്നല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. ഇക്ക് വേറെ ആളെ കിട്ടുന്നതിന്റെ അർത്ഥം അല്ലേ? വലാത്തളുറൂ ശൈഅ, ആ പുതിയ വിഭാഗത്തെ ഒരു ഉപദ്രവവും അവരോട് ശല്യപ്പെടുത്താൻ പോലും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് പോയി എന്നല്ലാതെ ഒന്നും വരാൻ പോണില്ല. എനിക്ക് വേറെ ആളെ കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞായത്തൊന്നുകൂടി വെച്ചോ കാണി. അത് കാനത്തിലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ, ലഖദ് കാനലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വമൻ യതവല്ല ഫഇന്നല്ലാഹ ഹുവൽ ഗനിയ്യുൽ ഹമീദ്. ഞാൻ അർത്ഥം പറയില്ല. എന്നിട്ട് പറയാം, അസല്ലാഹു അയജഅല ബൈനക്കും വബൈനല്ലദീന ആദൈതും മിൻഹും മവദ്ദ. നിങ്ങൾ ഇറങ്ങിക്കോളൂ, ഒരു പേടി പേടിക്കണ്ട. ഇപ്പോൾ കഠിന ശത്രുവായി നിൽക്കുന്ന ചിലരെങ്കിലും നാളെ നിങ്ങളുടെ ആത്മമുത്രമായി ഈ രംഗത്ത് നിങ്ങളുടെ പിൻബലമായി മാറിയേക്കാം. അതിനൊക്കെ അള്ളാഹു പറ്റും. അള്ളാഹു ഖദീർന. മലപ്പുറത്തിന്റെ ചരിത്രം അറിയുമ്പോഴേ വെട്ടം അബ്ദുള്ള ഹാജി എന്ന ഒരു മഹാനായ മനുഷ്യൻ ജീവിച്ചിരുന്നു നമ്മുടെ നാട്ടില്, തിരൂര് വെട്ടത്ത്. അദ്ദേഹം ഒരു അതിസമ്പന്നനും വലിയ കർഷക പ്രമാണിയും ഒപ്പം മഹാപണ്ഡിതനും ധീരനായ ഒരു തൗഹീദിന്റെ അമരക്കാരനുമായിരുന്നു. എളുപ്പം മനസ്സിലാക്കാൻ ആളെ ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്തി തരാം. ഇപ്പൊ നമ്മുടെ കാലത്ത് നമ്മുടെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ് ലെവൽ പരിപാടികളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് സൗദിയിൽ നിന്നൊക്കെ ഭരണാധികാരികൾ അറേബ്യൻ നാട്ടിൽ നിന്നൊക്കെ വരിക.
മുജാഹിദ് സെന്റർ ഉദ്ഘാടനം ചെയ്തത് വെട്ടബ്ദുള്ള ഹാജിയാണ്. ആനിഹാൾ റോഡിലെ മുജാഹിദ് സെന്റർ ഉദ്ഘാടനം ചെയ്തത് വെട്ടബ്ദുള്ള ഹാജിയാണ്. അത്രയ്ക്ക് മനഃശുദ്ധിയും പാണ്ഡിത്യവും ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ഏകനായി തൗഹീദി പ്രബോധനം നടത്തിയ മനുഷ്യൻ. ഒരു ദശമൂല രസായനത്തിന്റെ ഒരു ചെറിയ കുപ്പിയും ഒരു മലപ്പുറം കത്തിയും ആയിരുന്നു അദ്ദേഹത്തിന്റെ പിൻബലം എന്ന്. അങ്ങാടികളിൽ പോയി ആൾ കൂടുന്നിടത്ത് ഒരു മേശ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് ആ മേശപ്പുറത്തൊരു പെട്രോമിക്സോ റാന്തലോ എന്തെങ്കിലും ഒന്ന് വെച്ച് ഈ ദശമൂല രസായനത്തിന്റെ കുപ്പിയുടെ ലേഹത്തിന്റെ കുപ്പി മുടക്കും, ഈ കത്തി മുടക്കും. എന്നിട്ട് തൗഹീദാണ് പറയും. ഇടയ്ക്ക് തൊണ്ടയിൽ വെള്ളം പറ്റുമ്പോൾ ഈ കത്തി കൊണ്ട് ഈ ദശമൂല രസായനത്തിൽ നിന്ന് ലേശെടുത്തിട്ട് നാവും നോക്കും. അദ്ദേഹത്തിന്റെ ചരിത്രം പ്രൊഫസർ അബ്ദുൽ കരീം എഴുതിയ വെട്ടം അബ്ദുള്ള ഹാജിയിൽ മലപ്പുറത്തെ കുറിച്ച് പറയുന്നതറിയും. മലപ്പുറത്ത് അദ്ദേഹം ഈ പ്രഭാഷണം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മനുഷ്യരെ തൗഹീദ് അംഗീകരിക്കാതെ ഒരാൾക്കും രക്ഷയില്ല. നിങ്ങൾ എത്ര ഔലിയാപ്പാപ്പന്മാരുണ്ടായാലും എന്തായാലും ശരി, നിങ്ങൾക്ക് ഒരാൾ ഉപകാരം കിട്ടൂല. നൂഹ് നബിയുടെ ഭാര്യയും ലൂത്ത് നബിയുടെ ഭാര്യയും പോലും നരകത്തിലാന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹമാണ് വിശദീകരിച്ച്. ഇയാളുടെ പ്രസംഗം ദൂരെ നിന്ന് കേട്ടുകൊണ്ടിരുന്ന മലപ്പുറത്തെ അന്നത്തെ 5-8 പോക്കിരിമാർ അദ്ദേഹത്തിനെതിരെ ചാടി വീണുന്നതാണ്. അപ്പോ പന്തിയില്ലാതുകൊണ്ടപ്പോ അദ്ദേഹം കത്തിങ്കലെടുത്തിട്ട് നല്ലൊരു കളരി അഭ്യാസി കൂടിയായിരുന്നു വെട്ടബ്ദുള്ള ഹാജി. കത്തിങ്ങനെ എടുത്തിട്ട് പറഞ്ഞ്, നിങ്ങളിതൊക്കെ ചെയ്യുന്ന അറിഞ്ഞുകൊണ്ടും കൂടിയാണ് ഞാൻ ഇതേറ്റ് വന്നത്. അതുകൊണ്ട് അവിടെ ഇരുന്നോളി. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ചു നോക്കി. പള്ളിയിൽ പോയിട്ട് ഉസ്താദിനോട് ചോദിച്ചു നോക്കി, ഞാൻ പറയുന്നത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ ഈ കത്തി നിങ്ങൾക്ക് തരാം, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളി. അപ്പൊ നിഷ്കളങ്കരായ ആ മലപ്പുറംകാർ തൊട്ടപ്പുറത്ത് പള്ളി കയറി ചെന്ന ഉസ്താദെ, നൂഹ് നബിയുടെ ഭാര്യ ലൂത്ത് നബിയുടെ ഭാര്യ നരകത്തിലാന്ന് ഖുർആനിൽ ആയത്തുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടല്ലോ. അതേത് സൂറത്തിലാ? അത് സൂറത്ത് തഹ്രീമിലാണ്. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹ് വഇംറഅത ലൂത്ത് കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈനി ഫഖാനതാഹുമാ ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദുഖുലൻ നാറ മഅദ് ദാഖിലീൻ എന്നാണ് ആയത്. അതിനർത്ഥം അയാൾ പറഞ്ഞ തന്നെയാണോ? ആണ്. എന്നിട്ട് ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങളോടത് പറയാതിരുന്നത്? അപ്പൊ സാഹിബ് മറുപടി അറിഞ്ഞോ? പറഞ്ഞോന്റെ ഗതി ഇതല്ലേ. ആ 6-7 പേരായിരുന്നു മലപ്പുറത്തിന്റെ തൗഹീദി പ്രബോധനത്തിന് കേരളമൊന്നും ആയില്ല. തൗഹീദി പ്രബോധനത്തിന് അടിത്തറയിട്ട വെട്ടം അബ്ദുള്ള ഹാജിയുടെ ബലം കൈകൾ എന്ന് പിന്നീട് ചരിത്രം പറഞ്ഞിരുന്നു. നമ്മളൊക്കെ ഇന്ന് 5-8 പള്ളികളുമായി മലപ്പുറം മുനിസിപ്പാലിറ്റി അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ വെട്ടം അബ്ദുള്ള ഹാജിയുടെ ധീരമായ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ കഠിന ശത്രുവായിരുന്ന 3-5-6-7 പേരുടെ പിൽക്കാലത്തുള്ള അത്ഭുതകരമായ മാറ്റവുമായിരുന്നു. നമ്മൾ വായിച്ചോളി. വെട്ടം അബ്ദുള്ള ഹാജി മുജാഹിദ് സെന്ററിൽ കിട്ടുക ബുക്ക് KNM പബ്ലിഷേഴ്സാണ്. ഒന്നൊരു വായിച്ചോ കാണി. അസല്ലാഹു അയ്യജഅല ബൈനകും വബൈനല്ലദീന ആദൈതും, നിങ്ങൾക്കും അവർക്കും ആർക്കും ഇടയിലാണോ ശത്രുത, ആദൈതും നിങ്ങളോട് ശത്രുതയുണ്ടായിരുന്നവർ ആരാണോ അവരെ തന്നെ അല്ലാഹു ബൈനകും വബൈന ആദൈതും മിൻഹും അബദ്ദാ, നിങ്ങളെ പരസ്പരം ആത്മസുഹൃത്തുക്കളാക്കി മാറ്റാൻ അള്ളാഹുവിന് കഴിയും. എപ്പോ? ഇത് പറഞ്ഞു കേൾക്കാൻ നിൽക്കായിരിക്കും ചില ആൾക്കാർ എന്നർത്ഥം. ഇത് പറഞ്ഞു കേൾക്കാൻ നിൽക്കുകയുള്ളൂ. എനിക്കറിയാവുന്ന ഒരു സംഭവം ഞാൻ പറയാം. മിക്കവാറും അടുത്ത ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് ആ വീട്ടിലൊരു നിക്കാഹ് നടത്തേണ്ടത് ഞാനാണ്. അവിടെ 4ാമത്തെ നിക്കാഹ് ഞാൻ നടത്തണം. അദ്ദേഹം എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ തിരൂര്
ആനപ്പടി റെയിൽവേ ഗേറ്റിന്റെ അവിടെയുള്ള പള്ളിയിലാണ് കുത്തുബ. അപ്പൊ കുത്തുബ നടത്തുമ്പോൾ ഞാൻ സുന്നത്തുകളെ പിന്തുടരേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പിയിരുന്നത് ഇടതുഭാഗത്തേക്കായിരുന്നു എന്ന് പറഞ്ഞു. സ്വഹാബികൾ അങ്ങനെ തുപ്പാൻ ശ്രദ്ധിച്ചിരുന്നു എന്നും പറഞ്ഞു. അതിന് നമസ്കാരത്തിൽ നിന്ന് രണ്ടു പേരുടെ സന്ദർഭങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്തു. അതൊരു വലിയ കാര്യമായിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാനൊരു ഖുതുബക്ക് സുന്നത്തിന്റെ പ്രാധാന്യം, സ്വഹാബികൾ എങ്ങനെയാണ് സുന്നത്തുകളെ കണ്ടിരുന്നത്, അനുസരിച്ചിരുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞത്. ഇപ്പോഴും സ്കൂട്ടറിന് പോകുമ്പോഴേ അല്ലെങ്കിൽ ബൈക്കുമ്പോൾ പോകുമ്പോൾ എൻ്റെ ഭാര്യ ഇടത്തേക്ക് തുപ്പിയാൽ, നിങ്ങൾക്ക് എന്താ മനസ്സിൽ അപ്പുറത്തേക്ക് തുപ്പിയാലെന്ന് ചോദിക്കും. വലത്തേക്ക് തുപ്പിയാൽ അവളെ മേലേക്ക് അവന് പേടിയില്ല, ഇടത്തേക്ക് തുപ്പിയാൽ മിക്കവാറും ഇത് ഇങ്ങോട്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോഴും ഞാൻ അരവിക്കുട്ടിയാക്കാൻ അങ്ങനെ ആലോചിക്കും. എന്നിട്ട് ഞാൻ അവളോട് ആ കഥ ദിവസം പറഞ്ഞിട്ടുണ്ട്, സംഭവം വഴിയിട്ട് കേൾക്കുന്നുണ്ട്. അരവിക്കുട്ടിയാക്കാൻ അന്ന് ഞാൻ അറിയില്ല. അദ്ദേഹം അവിടെ ഒരു ഫർണിച്ചർ ഷോപ്പ് നടത്തുകയാണ്, അതിൻ്റെ ഒരു 1 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. അങ്ങനെ ഇത് കേട്ടപ്പോൾ ഇവിടെ കയറി വന്നതാ. വർഷങ്ങൾക്കിപ്പുറം ആ പള്ളിയിൽ തന്നെ 10 വർഷത്തോടെ കുത്തുബ നടത്തിയിട്ട് ഞാൻ തിരൂർ മങ്ങാട്ട് അങ്ങാടിയിലെ പള്ളിയിലേക്ക് മാറി. അപ്പോൾ ഈ അരവിക്കുട്ടിയാക്ക അവിടെയാണ്, ആ മങ്ങാട്ടുകാരനാണ്, കാളാട്ടുകാരനാണ്. അദ്ദേഹം ഈ പള്ളിയിൽ സ്ഥിരം മെമ്പറാണ്. എനിക്കത് അറിയില്ല. അങ്ങനെ പള്ളിയിൽ 3-4 ആഴ്ച കുത്തുബ കഴിഞ്ഞിട്ട് ഒരു ദിവസം മൂപ്പരുടെ വീട്ടിലേക്ക് എന്നെ ഭക്ഷണത്തിന് കൊണ്ടുപോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, മൗലവി, ഞാൻ അന്ന് നിങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് തെറ്റിദ്ധാരണുണ്ടെന്ന് ഞങ്ങൾക്ക്. ആർക്ക്? സമസ്തക്ക്. നിങ്ങളന്ന് ആ കുത്തുബ നടത്തിയാലോ? എന്തു കുത്തുബ? ഞാനതൊക്കെ പറഞ്ഞു. അല്ല, ഈ ഇടത്തേക്ക് തുപ്പട കാര്യം പറഞ്ഞിട്ട് നിങ്ങളൊരു കുത്തുബ നടത്തിയിരുന്നു. അന്ന് മുതൽ ഞാൻ ഇടത്തേക്ക് തുപ്പുള്ളൂ. മാത്രമല്ല, യഥാർത്ഥ സുന്നികൾ നിങ്ങളാന്ന് എനിക്ക് അന്ന് ബോധ്യപ്പെട്ടു. നിങ്ങൾക്ക് ഓടിയിട്ടുള്ള സംഗതി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും കടുത്ത കേന്ദ്രം മുഖകാല തൗഹീദുള്ള ആളുകളാണ്. മക്കളെ 2 പേരെ ഹാഫിളുമാരാക്കി. അതിൽ 2ാമത്തെ ഹാഫിളിന്റെ കല്യാണമാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ച. ഞാൻ പറഞ്ഞു വന്നത്, അസല്ലാഹു യജഅല ബൈനകും വബൈനൽ ലദീന ആദൈത മിൻഹും മവദ്ദ വല്ലാഹു ഖദീർ. അല്ലാഹു അതിനൊക്കെ കഴിയുന്നവനാണ്. നീ ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാള്, ഈ ഇരിക്കുന്ന ആളുകളിൽ ഒരാൾ, അയാളുടെ സഹോദരൻ പണ്ട് ഈ സമ്പ്രദായത്തെ ഈ സംവിധാനത്തിനെതിരെ തൗഹീദി പ്രസ്ഥാനത്തിന്റെ കഠിന ശത്രുപക്ഷത്തായിരുന്നു. ആളിവിടേക്കുണ്ട്. ഞാൻ എന്നത് അയാൾക്കൊരു ഭീകര രൂപിയായി. പക്ഷെ എങ്ങനെയൊക്കെയോ ഇടക്കിടക്ക് എന്റെ ക്ലാസ്സുകളോ കുത്തുകയൊക്കെ അനുജന് ജ്യേഷ്ഠനെ കേൾപ്പിക്കാൻ കഴിഞ്ഞ്. ഇപ്പോ ആ ജ്യേഷ്ഠൻ ഈ 1ാമത്തെ സ്റ്റെപ്പിൽ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ടാവും. നമ്മുടെ കഴിവല്ല, നമുക്കിതിൽ യാതൊരു റോളും ഇല്ല. നമ്മൾ പറയാനുള്ളത് കൃത്യമായി പറയുക, ആത്മാർത്ഥതയോടുകൂടി പറയുക. ഇതിൽ ആർക്കാണ് മാറ്റമുണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കല്ലാതെ വേറൊരാൾക്കും അറിയില്ല. പക്ഷെ ഈ ഉത്തരവാദിത്തം അതന്നെയല്ലേ ഇപ്പൊ കാണാൻ മനസ്സിലായില്ലേ? ഈ ഉത്തരവാദിത്തത്തിന്റെ നിർവഹണം അഭംഗുരം, തുടർച്ച മുറിയാതെ നമ്മളിൽ ഓരോരുത്തരുടെ നാവിൽ നിന്നും ഉണ്ടാവണം. ഓരോരുത്തരുടെ നാവിൽ നിന്നും. ആരോ കേൾക്കട്ടെ. വഴിയോരത്ത് നിൽക്കുന്ന, ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്ന ആൾക്കൂട്ടത്തിൽ ഒരാൾ അവിടെ വീണ ഒരു നോട്ടീസ് ബസ് വരാൻ താമസിച്ചപ്പോൾ നേരം പോകാൻ വേണ്ടി വായിച്ചതിന്റെ പേരിൽ പിന്നീട് ഈ സംഘടന തന്നെ പുലർത്താൻ നേതൃത്വം കൊടുത്ത ഫൈസൽ മൗലവിയായി മാറി. കാര്യമില്ലോ, അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാ നേരിണ്ടാവും. തിരുരങ്ങാടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നിടത്ത് ഒരു നോട്ടീസ് കിട്ടിയതാണ് അദ്ദേഹത്തിൽ നിന്നാണ്. ഇപ്പത്തെ കഥ പോട്ടെ. അപ്പൊ ഞാൻ എല്ലാ ആദരവോടുകൂടിയാണ് ഈ ദഅവ എന്നത് നമ്മളുടെ പരലോകരക്ഷയ്ക്കുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് ഒമയ്യ തവല്ല എന്നുള്ള പറഞ്ഞ് ഇതിൽ നിന്ന് പിന്മാറിക്കൂടാ. ഇത് ഇത്രയും പുണ്യമുള്ള സംഗതിയാണ് എന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പിന്മാറുക എന്നത് കുറ്റകരവുമാകും. ഉറപ്പല്ലേ? നിങ്ങൾ സംഘടനാ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ലട്ടോ. അതിന്റെ പണിയല്ലാന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ
തൗഹീദിന്റെ പ്രബോധന പ്രവർത്തനവുമായി സഹകരിക്കാതിരിക്കുക എന്നത് കുറ്റകരമാണ്. അത് നമ്മൾ മനസ്സിലാക്കാം. അത് വൈയക്തികമാകാം, സംഘടിത രൂപത്തിലാകാം. അത് നമ്മൾ മനസ്സിലാക്കാം. നമുക്ക് പള്ളികളും മദ്രസകളും ഒക്കെ ഉണ്ടാകുന്നത് ഈ കൂട്ടായ്മയുടെ പഴയ കാലത്തെ പ്രവർത്തനത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുക ആണല്ലോ. അതുകൊണ്ടാണ് മലപ്പുറം കുന്നുമ്മൽ നടന്ന വട്ടം അബ്ദുല്ലാജിയുടെ ജീവിതാനുഭവം പറഞ്ഞ് പള്ളി ഉണ്ടായിട്ടല്ല അല്ലേ. ഒരു മനുഷ്യനൊരു മേശയും വെച്ചിട്ട് ഒരു പെട്രോമാക്സ് ആയിട്ട് വന്നേന്നാ. അവിടെ ഒരു പെട്രോമാക്സ് എന്ന് അദ്ദേഹത്തിന് സംഘടിപ്പിക്കാൻ പറ്റില്ല. ഒരു പെട്രോമാക്സിന്റെ വെളിച്ചത്തിൽ ഒരു മനുഷ്യന് ഒറ്റക്ക് നടത്തുന്ന ഒരു പ്രബോധന പയതിന് തല്ലിപ്പൊളിക്കാൻ ഇറങ്ങുന്ന മനുഷ്യന്മാർ പിന്നീട് അദ്ദേഹത്തിന്റെ സംരക്ഷകരായി മാറുന്ന മഹാത്ഭുതത്തിൽ നിന്നാണ് മലപ്പുറത്ത് ഈ കണ്ട പള്ളികളൊക്കെ പിന്നീട് വളർന്നുണ്ടായത്. അതല്ലാതെ ആദ്യം പള്ളികൾ ഉണ്ടായിട്ട് പിന്നെ അവിടെ കുത്തുബ നടത്തിയിട്ട് ആ കുത്തുബ കേട്ട ആൾക്കാർ സംഘടനക്കാരായതല്ല. ഇത് നമ്മുടെ വ്യക്തിപരമായ ബാധ്യതയാണ്. അപ്പൊ അല്ലാഹു പറഞ്ഞത് അസല്ലാഹു യജഅല ബൈനകും വബൈനല്ലദീന ആദൈത മിൻഹും മവദ്ദ വല്ലാഹു ഖദീർ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞ എന്തറിയോ? വല്ലാഹു ഗഫൂറുൻ റഹീം. ആ മൂന്ന് അസ്മാഉൽ ഹുസ്നയിലെ ആ മൂന്ന് പദങ്ങൾ കിടന്ന് ആലോചിച്ചു. ആദ്യത്തത് എന്താണ്? അള്ളാഹു എന്തിനും പോന്നവനാണ് അല്ലേ, എന്തിനും കഴിവുള്ളവനാണ്. പക്ഷെ അവൻ നിങ്ങളോട് ഇത്രയും കാലം നമുക്ക് വന്ന അബദ്ധങ്ങൾ മാപ്പാക്കാൻ തയ്യാറുള്ളവരാണ് നടത്തുന്നത് അല്ലേ. ആ എന്തിനും പോകുന്നവൻ നമ്മളെ ശിക്ഷിക്കാൻ തയ്യാറാണ്. ഇത് എപ്പോ അടി വരും എന്നല്ല പറഞ്ഞത്. അള്ളാഹു എന്തിനും കഴിവുള്ളവരാണ്, പക്ഷെ അവൻ നിങ്ങൾക്ക് മാപ്പ് നൽകാൻ തയ്യാറുള്ളവനാണ്, നിങ്ങളോട് കരുണ കാണിക്കാൻ തയ്യാറുള്ളവരാണ്. ആ മഗ്ഫിറത്തും റഹ്മത്തും നമ്മൾ പറയാറുണ്ടല്ലോ, പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് ഈമാനോട് കൂടി മരണപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണം. ഈ മഗ്ഫിറത്തും റഹ്മത്തും നൽകുന്നതിന്റെ ഇസ്മാണ്, അതിന്റെ കഴിവുറ്റവന്റെ അർത്ഥാണ് ഗഫൂർ റഹീം എന്നത്. അപ്പൊ അത് നമുക്ക് ലഭിക്കാൻ കൂടി കാരണമാകും ഈ തൗഹീദ് നമ്മൾ നെഞ്ചേറ്റുകയും അത് നമ്മുടെ മക്കളോടാകാം, ഭാര്യമാരോടാകാം, മാതാപിതാക്കളോടാകാം, സഹോദരങ്ങളോടാവാം, അയൽപ്പക്കക്കാരോടാവാം. ഒരു കിട്ടുന്ന ചാൻസിൽ എവിടെ വെച്ചും ഇത് ആർക്കുമാവാം. എനിക്കറിയാവുന്ന ഒരു സംഗതി കൂടി, ജിദ്ദയിൽ വെച്ചൊരു സുഹൃത്തിനെ പരിചയപ്പെടാം, കടുത്ത മുജാഹിദ. അപ്പൊ ഞാൻ ഇടത്തനാട്ടുകരക്കാരനാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു പുച്ഛം ഇല്ലേ. മുജാഹിദ് കട നല്ല ഇഷ്ടമാണ്, മുജാഹിദ് സെന്ററിലാണ്, മുജാഹിദ് സെന്ററിലാണ് താമസം, ഇസ്ലാഹി സെന്ററിലാണ് താമസം. ഇടത്തനാട്ടുകാരക്കാരെന്ന് പറഞ്ഞപ്പോ പക്ഷെ അയാൾക്ക് എൻ്റെ ഒരു പുച്ഛം. അപ്പൊ അതിന്റെ കാരണം എന്താണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ സൗദിയിൽ വന്നിട്ട് 29ാമത്തെ വർഷമാണിത്. 18 വർഷം ഞാനൊരു റൂമിൽ മറ്റുള്ളവരുടെ കൂടെ താമസിച്ചിരുന്നു. ആ 18 കൊല്ലം എൻ്റെ കയ്യിൽ ഒരു ഏലസ് ഉണ്ടായിരുന്നു, ഇവിടെ കാണിച്ചത്. എൻ്റെ കൂടെ താമസിച്ചിരുന്നതിൽ 3 പേര് ഇടത്തനാട്ടുകാരായിരുന്നു. ഒരിക്കൽ പോലും ഇത് ശിർക്കാണ്, കെട്ടാൻ പാടില്ല എന്ന് അവരെന്നോട് പറഞ്ഞില്ല. പക്ഷേ 6 പേരുണ്ടായിരുന്ന ആ റൂമിൽ നിന്ന് ഒരാൾ ക്യാൻസൽ ചെയ്ത് പോയപ്പോൾ, ഫുറൂജ് അടിച്ചു പോയപ്പോ, അതിനു പകരം വന്ന വേറെ ഒരാൾ കണ്ണൂർക്കാരനാണ്. അയാൾ ആദ്യത്തെ ദിവസം ഞാൻ ഷർട്ട് അയച്ചപ്പോ കണ്ടത് ഇതാണ്. അപ്പൊ പറഞ്ഞു അയാളുടെ ഹറാമി ശിർക്കാണോടോ ഇത്, ഈ റൂമിൽ ഞാൻ നിൽക്കൂലെന്ന് ഓൻ പറഞ്ഞു. അങ്ങനെ ഒച്ചയായി, വിളിയായി, 2-3 ദിവസം ഉന്തായി, തള്ളായി. പക്ഷേ ആള് ആ ഏലസ് പൊട്ടിച്ചെറിഞ്ഞ്. ഇടത്തനാട്ടുകാരൻ 18 കൊല്ലം കഴിഞ്ഞിട്ടും അത് പറഞ്ഞില്ല. ഇതിൽ നമ്മൾ ഏതാ, എൻ്റെ നാടാണ്, പക്ഷെ പറയാൻ നിർത്തിയില്ല. ഇടത്തനാട്ടുകാർ ഒരുപാട് ആൾക്കാർ കേൾക്കാനിരിക്കണം. നിങ്ങൾ നമ്മളങ്ങനെ വഷളാക്കരുത് എന്ന് പോലും പറഞ്ഞു വരും. നിങ്ങൾ അലച്ചുകടി ഈ പറഞ്ഞതിൽ ഏത് വർഷത്താണ് ഞാനും നിങ്ങളും? ഞങ്ങൾ രണ്ടാമത് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കുടുംബത്തിൽ അവളുടെ കുടുംബത്തിൽ ഒരാളോട് എങ്ങനെയായിരുന്നു വേണ്ട ഈ അമ്പർത്തങ്ങളെ ബദരീങ്ങളെ കണ്ട് ഒഴിവാക്കിക്കാട്ടോ എന്ന് പറഞ്ഞു. അവളൊക്കെ ഭാര്യയ്ക്ക് ഫോൺ ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത്, അമ്പർത്ത തങ്ങളിൽ ബദരീങ്ങളെ കണ്ട് പഠിച്ചോനും പിടിച്ചോന്ന് പറഞ്ഞു. ഞാൻ അല്ല, പിടിക്കണതൊക്കെ പഠിച്ചോൻ തന്നെയാണ് എന്ന് പറഞ്ഞതിനോട് കഴിഞ്ഞില്ല, തേമ കഴിഞ്ഞില്ല, ഇത്രക്കുള്ളൂ സംഭവം. ഇനി വേണോ വേണ്ടതെന്ന് അവർ തീരുമാനിക്കണം. അപ്പോ അസല്ലാഹു യജഅല ബൈനകും വബൈനല്ലദീന ആദൈതും മിൻഹും മവദ്ദ വല്ലാഹു ഖദീർ. നോക്കൂ, വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്തോട് സൂറത്ത് ഫുസ്സിലത്തിൽ പറഞ്ഞത്, ലാ യസ്തവി ലാ ഇദ്ഫഅ ബില്ലതി ഹി അഹ്സൻ
ലാ യസ്തവിൽ ഹസനത്തു വസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹി അഹ്സൻ ഫൈദ അല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കേണ്ടതില്ല, അങ്ങോട്ട് മാന്യമായി പെരുമാറുക, നല്ല രീതിയിൽ ഇടപെടുക. ചിലപ്പോൾ അവർ നിങ്ങളുടെ ആത്മമിത്രങ്ങളായേക്കാം. പക്ഷേ ഒമായുലക്കാഹ ഇല്ലല്ലദീന സ്വബറു, നല്ല ക്ഷമ വേണം. ഒരു വട്ടം പറഞ്ഞാൽ ചിലപ്പോൾ അടിച്ചു പൊടിച്ച് ചീത്ത പറഞ്ഞു നിങ്ങൾ കയറരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അതിന്റെ പേരിൽ നിർത്തണ്ട. ഒമായുലക്കാഹ ഇല്ലല്ലദീന സ്വബറു, പിന്നെയും പിന്നെയും ചിരിച്ചുകൊണ്ട് അത് തന്നെ പറയാൻ കഴിയണം. അതെന്നെ പറയാൻ കഴിയണം. എന്താ കാര്യം? ഒക്കെ മുഅ്മിനീങ്ങളാണ് അവരും നമ്മളും. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ അത് മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം എന്നാണ്. ഗുണകാംക്ഷയോടുകൂടിയുള്ള ഉത്ബോധനം, ഓർമ്മപ്പെടുത്തൽ മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ലേ? വലാ യുലഖാഹ ഇല്ലാ ദു ഹള്ളിൻ അദീം, നല്ല ഈമാനും തൗഹീദി ബോധവും ഉള്ളവർക്കേ ഇത് സാധിക്കുകയുള്ളൂ. നല്ല ക്ഷമയും വേണം, പിന്മാറാവതല്ല എന്നർത്ഥം. സൂറത്ത് റഅദില് സ്വർഗം ലഭിക്കുന്ന കുടുംബങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞത് അറിയോ? വയദ്റഊന ബിൽ ഹസനത്തി അസ്സയ്യിഅ, അവർക്കുണ്ടാകുന്ന തിരിച്ചടികളെ അവർ വളരെ മാന്യമായ രൂപത്തിൽ നേരിടുന്ന ആളുകളാണ് അവർ. കുടുംബസമേതം സ്വർഗാവകാശികളാകുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞപ്പോൾ അതിലൊന്ന് പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ അത് വളരെയധികം കാര്യത്തോടെ കാണണം. പറയാനുള്ളത് പറയണം, പഠിപ്പിക്കാനുള്ളവരെ പഠിപ്പിക്കണം, ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് അവർക്ക് തീരുമാനിക്കാം. അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഅൻ യഹ്ദിയ അലാ യദൈക അഹദൻ, അലി നീ കാരണം ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയാൽ, നീ കാരണം ഒരാൾ തൗഹീദ് ഉൾക്കൊണ്ടാൽ നിനക്ക് ഈ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും മികച്ച സമ്പത്തിനേക്കാൾ ഗുണകരമായത് അതായിരിക്കും, നേട്ടം അതായിരിക്കും. ഖൈറു മിൻ ഹുമുരിൻ നഅം എന്നാ പറഞ്ഞു. അറബികൾ ഏറ്റവും വില കൂടിയ മുതലായി അക്കാലത്ത് കണ്ടിരുന്നത് ചുവന്ന ഒട്ടകക്കൂട്ടങ്ങളായിരുന്നു. എന്താണ് കാരണം എന്നതിന് പഠിച്ചാലേ അറിയുള്ളൂ. പന്തയത്തിനും പടക്കുതിരക്കും ഒക്കെ ഉപയോഗിച്ചിരുന്നത് കരുത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ബറക്കത്തിന്റെയും പര്യായമായി അറബികൾ കണ്ടിരുന്നത് ചുവന്ന ഒട്ടകങ്ങളായിരുന്നു. ഒട്ടകം അതിനേക്കാൾ മികച്ച നേട്ടമാണ് ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുക എന്നാൽ അതിന് കാരണക്കാരനായവൻ ഉണ്ടാവുക എന്നാണ്. അങ്ങനെ ഒരു നിയമത്തിന് അള്ളാഹു നമുക്കും അർഹത നൽകുമാറാവട്ടെ. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വെച്ച ആയത്താണ്, ഇത് പറയേണ്ടതില്ല. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, മതത്തിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ ആയുധമെടുത്ത് പോരാടാത്ത ആളുകളോടും, വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, നിങ്ങളെ നാട്ടിൽ നിന്ന് അടിച്ചു പായിപ്പിക്കാൻ കൂട്ടുനിൽക്കാത്ത ആളുകളോടും ബാക്കിയെന്താണ്? അൻതബറൂഹും, അവരോട് പുണ്യം ചെയ്യണം എന്ന് നിങ്ങൾക്ക് പുണ്യം ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് നിരോധനമില്ല. വതുഖ്സിതു ഇലൈഹിം, അവരോട് മാന്യമായി നീതി പുരസ്സരം ഇടപെടണം എന്നതിന് നിരോധനമില്ല. എന്ന് പറഞ്ഞാൽ അവരോടൊന്നും വൃത്തികേട് മോശപ്പെട്ടത് കാണിക്കാൻ അനുവാദമില്ല എന്നർത്ഥം. മതത്തിന്റെ പേരിൽ നമ്മളോട് പോരാടാത്തവരോ മതത്തിന്റെ പേരിൽ നമ്മളെ നാടുവിടാൻ നിർബന്ധിക്കാത്തവരോ ആയ ഒരു അമുസ്ലിമിനോടും അന്യായം പ്രവർത്തിക്കാൻ, അനീതി പ്രവർത്തിക്കാൻ നമുക്കനുവാദമില്ല. എവിടെയാണ് ഇസ്ലാമിൽ തീവ്രവാദം? എവിടെയാണ് ഇസ്ലാമിൽ വർഗീയത? എങ്ങനെയാണ് മുസ്ലിം ഭീകരവാദിയാവുക? മതവിരുദ്ധമാണ് അതെന്ന് പറയുന്നത് വെറുതെയല്ല. അത് മനുഷ്യവിരുദ്ധമാണ്, അത് മതവിരുദ്ധമാണ്. അത് നമ്മൾ രണ്ട് ഉദാഹരണം പറഞ്ഞിരുന്നത്. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജറക്ക് കൂട്ടുനിന്നത്, സുരക്ഷിതപാത ഒരുക്കിയത് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്താണ്, ബഹുദൈവ വിശ്വാസി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസിച്ചേൽപ്പിച്ചത് അദ്ദേഹത്തെയാണ് ആ ദൗത്യം. അത് അദ്ദേഹം 100% പാലിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് എപ്പോഴും അദ്ദേഹം മുസ്ലിമായി ഒക്കെ കേൾക്കാം. പക്ഷെ ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം കഠിന ശത്രുക്കളുടെ പക്ഷത്താണ്. പക്ഷേ തൗഹീദിന്റെ നേതാവിന് സംരക്ഷണം ഒരുക്കിയത് അദ്ദേഹമാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ CAA കാലത്ത്, പൗരത്വ നിയമ ഭേദഗതിയുടെ കാലത്ത് അന്ന് ചർച്ച വന്നപ്പോൾ 2 ഡിനോസറുകൾ വാഴുന്ന ഒരു ജുറാസിക് പാർക്കാക്കാനാണ് നിങ്ങളുടെ ശ്രമം ഇന്ത്യ മഹാരാജ്യത്തെ, ആർക്കടോ നിങ്ങളെ പേടി, നിങ്ങളിവിടെ മുസ്ലിമീങ്ങളെ തൊടില്ല എന്ന് പറഞ്ഞത് അഡ്വക്കേറ്റ് കപിൽ സിബലാണ്. ആ അമെന്റ്മെന്റ് പാസ്സാക്കാൻ സാധിക്കാതിരുന്നത് മുസ്ലിങ്ങളുടെ എതിർപ്പ് കാരണമല്ല, ഭൂരിപക്ഷം അമുസ്ലിം സഹോദരങ്ങളുടെ എതിർപ്പ് കാരണമാണ്. അല്ലേ? അത്തരക്ക ആ മാന്യന്മാരായ സഹോദരന്മാരോടും സഹോദരിമാരോടും അന്യായം പ്രവർത്തിക്കാൻ, അവർക്ക് പുണ്യം ചെയ്യാൻ, നന്മ ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് അനുവാദമില്ല. തിരിച്ചു വായിച്ചോ കാണി. അവര് എങ്ങനെയൊക്കെ അവർക്ക് എന്തൊക്കെ നന്മ ചെയ്തു കൊടുക്കാമോ അതൊക്കെ ചെയ്തു കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. എന്തെല്ലാം നീതിയും ന്യായവും അവർക്ക് കിട്ടാനുണ്ടോ അതിനുവേണ്ടി അവർക്ക് ആവശ്യമായ സഹായം ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി പാലിക്കുന്നവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. ഞാൻ കുറുക്കം പറഞ്ഞിട്ട്, ഖിസ്ത് എന്നാൽ കേവല നീതി മാത്രമല്ല, അതിന് അദ്ൽ എന്നാ പറയാ, കേവലമായ നീതിക്ക്. സൂറത്ത് ഹുജറാത്തിൽ അങ്ങനെയാണല്ലോ പറഞ്ഞത്, അല്ലേ? വൈൻ ത്വായിഫത്താനി മിനൽ മുഅ്മിനീന ഖതതലു ഫഅസ്ലിഹു ബൈനഹുമാ ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ ഫഖാതിലു ലത്തി തബ്ഗി ഹത്താ തഫീഅ ഇലാ അംരില്ലാ ഫഇൻ ഫാഅത് ഫഅസ്ലിഹു ബൈനഹുമാ വഅഖ്സിതു എന്നാണ്, അല്ലേ? 2 വിശ്വാസികൾ തമ്മിൽ അടികൂടുകയാണെങ്കിൽ നിങ്ങൾ അവർക്കിടയിൽ നീതി പുരസരം ഇടപെടണം. ഒരാളത് അംഗീകരിക്കാൻ തയ്യാറല്ല, മറ്റേയാൾ അംഗീകരിച്ചു എങ്കിൽ അംഗീകരിക്കാത്തവനെ നിർബന്ധപൂർവം ബലം പിടിച്ച് അംഗീകരിപ്പിക്കണം. അങ്ങനെ അവൻ അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നീട് അവനോട് അന്യായം പ്രവർത്തിക്കരുത്. ആദ്യത്തേതിന് അദ്ൽ എന്നാ പറഞ്ഞത്, നീതിപുരം ഇടപെടണം. പക്ഷെ രണ്ടാമത്തതിന് ഖിസ്ത് എന്നാ പറഞ്ഞത്. അവർക്ക് 2 പേർക്കും കിട്ടാനുള്ളതെല്ലാം 2 പേർക്കും കൊടുത്ത് അവരുടെ ഇടയിൽ മാന്യമായ രഞ്ജിപ്പുണ്ടാക്കണം. അപ്പൊ ഖിസ്ത് എന്ന് പറഞ്ഞ എന്താ? ഉമ്മാനോടും വാപ്പാനോടും അതിലാണോ ഖിസ്താണോ വേണ്ടത്? ഉമ്മയോടും വാപ്പയോടും അതിലാണോ ഖിസ്താണോ വേണ്ടത്? ഖിസ്താണ് വേണ്ടത്. അവർക്ക് നമ്മളിൽ നിന്ന് കിട്ടാനുള്ളത് ഒരു കുറവും വരാതെ അവർ ചോദിക്കാതെ കൊടുത്തിരിക്കണം. അപ്പോഴാ ഖിസ്താവുക. ഉമ്മക്കും മക്കുമൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അതെന്താണ്? അതിലാണ്. അവിടെ ഒന്നും അവർക്ക് കിട്ടണില്ല. ഇവിടെ അവർക്ക് കിട്ടേണ്ടതുണ്ട്. നമ്മളിൽ നിന്ന് ഭാര്യയ്ക്ക് ലഭിക്കേണ്ടതുണ്ട്, ഭർത്താവിന് ലഭിക്കാൻ മക്കൾക്ക് കിട്ടേണ്ടതുണ്ട്. അത് കൊടുത്തുകൊണ്ടിരിക്കലാണ്. കൃത്യമായി ഒട്ടും അളവിൽ കുറയാതെ അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന നീതിക്കാണെന്ന് പറയാ ഖിസ്ത്. ബാപ്പ മരിച്ചിട്ട് മക്കളുടെ സ്വത്ത് ഊരി വെക്കുമ്പോ അതിനും പറഞ്ഞത് അല്ലാഹു ഖിസ്ത്ന. ഒലിക്ക് എടുക്കാനുള്ള ഒലിക്ക് കൊടുക്കണം എന്നർത്ഥം. ഓരോരുത്തർക്ക് കൊടുക്കാനുള്ള കൊടുക്കണം. പറഞ്ഞു തീർത്താ പോരാണം. നോക്കിച്ചോക്കാണ്. ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു നിങ്ങൾക്ക് നഹി, വിരോധം ഏർപ്പെടുത്തിയിട്ടില്ല. അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, മതത്തിന്റെ പേരിൽ നിങ്ങളോട് സായുധ പോരാട്ടം നടത്തുന്നവരോടും പോരാട്ടം നടത്താത്തവരോടും വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, മതത്തിന്റെ പേരിൽ നിങ്ങളോട് നിങ്ങളുടെ വീടുകളിൽ നാട് വിട്ട് ഓടാൻ നിർബന്ധിക്കാത്തവരോടും അൻ തബറു ഇലൈഹിം, അവരോട് പുണ്യം ചെയ്യണം, നന്മ ചെയ്യണം എന്നതിന് നിങ്ങൾക്ക് നിരോധനമില്ല എന്ന് പറഞ്ഞാൽ ചെയ്യണം. ഫതുഖ്സിതു ഇലൈഹിം, അവർക്ക് നിങ്ങളിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടണം, കൊടുത്തുകൊണ്ടിരിക്കണം. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ, അത്തരക്കാരെയാണ് അല്ലാഹ് ഇഷ്ടം. വെറുതെ തിരിച്ചു വായിച്ചാൽ മതി.
അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞ ഭീകരമായ ആരോപണം ഉന്നയിച്ചവർക്ക് ദുനിയാവിൽ ലഭിക്കേണ്ടുന്ന യാതൊന്നിനും അള്ളാഹു ഒരു കുറവും വരുത്തുന്നില്ലല്ലോ. ഉണ്ടോ? അക്കൂട്ടത്തിൽ ഒരു ചങ്ങാതിയാണ് മൂച്ചി പിരാന്തൻ. 100ഓളം രാഷ്ട്ര നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഒരു സദസ്സിലേക്ക് നോക്കിയിട്ട് ഒറ്റവടിക്ക് ഇവരൊക്കെ കൂടെ കൊല്ലാൻ പറ്റിയിരിക്കും എന്ന് പറഞ്ഞത് അല്ലേ? സംഭവം നമ്മൾ ഏത് ഭാഗത്തായാലും വേണ്ടിയില്ല. ആയത്തുള്ള അലി കാംനഴിയുടെ ശവം കബറടക്ക ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ലോകരാഷ്ട്രങ്ങളുടെ നായകന്മാരെ നോക്കിയിട്ടാണ് ഇയാൾ പറഞ്ഞത് ഒറ്റ വെടിക്ക് മതി, ഒറ്റ വെടി മതി ഇവരൊക്കെ കൂടെ കൊല്ലാൻ. അതാരാണ്? റഹ്മാനു വലദാ ലഖദ് ജീതും ശൈഅൻ നിദ്ദാ തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹത്താ അൻദഉ ലിർറഹ്മാനി വലദാ. അള്ളാഹ്ക്ക് ഒരു മോനുണ്ട് എന്ന് ആരോപിക്കുന്നു ചിലർ. ആരോപണം കേട്ട് ആകാശങ്ങൾ വിണ്ടു കീറാറായി, ഭൂമി കിടുകിടേ വിറച്ചു, പർവ്വതങ്ങൾ പൊട്ടിത്തകരാറായി. അൻദഉ ലിർറഹ്മാനി വലദാ. അത്ര ഭീകരമായ ആരോപണമാണ് അവർ അള്ളാഹുവിന് നേരെ ഉയർത്തിയത്. അതിന്റെ ഭയപ്പാടിൽ ആ ആരോപണം ഉയർത്തിയവർക്കാണ് ദുനിയാവിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ പോലും അവർക്ക് ലഭിക്കേണ്ടുന്ന യാതൊന്നിനും അള്ളാഹു മുടക്കം വരുത്തിയിട്ടില്ല. ഇനി പറയും ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിത്തീൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മനുഷ്യനാൽ കഴിയുന്ന രൂപത്തിൽ, മനുഷ്യർക്ക് ബാധ്യതപ്പെട്ട രൂപത്തിൽ ഇവിടെ ചെയ്തു തീർക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. അവന്റെ ഇഷ്ടക്കാരോടും അവന്റെ എതിരാളികളോടും ഒരേപോലെ പെരുമാറും അല്ലേ? ചിലപ്പോഴെല്ലാം അവന്റെ എതിരാളികൾക്ക് കൂടുതൽ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കും. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കാണി. ഹുനൈനിൽ ഭീമമായ സമ്പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗനീമത്തായി കിട്ടുന്നു. കിട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടുകാർക്കിടയിൽ വിതരണം ചെയ്യുന്നു. എന്നാൽ ഇത്രയും കാലം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി, തനിക്ക് വേണ്ടി തന്റെ കൂടെ നിന്നതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട അനാഥരായ കുടുംബങ്ങൾക്ക് കൊടുക്കുന്നതിന് പകരം അവരിൽ ചിലർക്ക് ഒട്ടും കൊടുക്കാതെയും അവരിൽ ചിലർക്ക് തുച്ഛമായത് മാത്രം കൊടുക്കുകയും എന്നാൽ കഠിന ശത്രുപക്ഷത്ത് ഇത്രയും കാലം നിലയുറപ്പിച്ച് പോരാട്ട ഭൂമിയിൽ ഇസ്ലാം മുഖാമുഖം എതിർത്ത 10 ദിവസം മുമ്പ് മാത്രം ഇസ്ലാം സ്വീകരിച്ചവർക്ക് വാരിക്കോരി കൊടുക്കുകയും ചെയ്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയില്ല സംഭവം. അത് പിറുപിറുപ്പായി. സ്വന്തം ആൾക്കാർക്കിടയിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മറന്നു എന്ന് ആരോപണം ഉയർന്നു. ആരോപണം ഇങ്ങനെ പുകഞ്ഞ് ഇത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയിലെത്തി. അദ്ദേഹം എഴുന്നേറ്റു, എന്നിട്ട് വിളിച്ചുകൂട്ടി. ആരോപണം ഉന്നയിച്ചവർ വിളിച്ചുകൂട്ടി. നമ്മുടെ സ്വഭാവം അവർക്ക് ഉണ്ടായിരുന്നില്ല. നട്ടപ്പാതിരൊക്കെ അവിടെ ഇവിടെ കൊണ്ടിട്ട് ആക്രമണം നടത്തിയിട്ട് നേരം കൊടുക്കുമ്പോൾ ഞങ്ങളല്ലോ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ. മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷം വർഗീയവാദികൾ, തീവ്രവാദികൾ ഞങ്ങളല്ലോ എന്ന് പറയും. ചെയ്തതിന് ജിഹാദ ചെയ്തതെന്നും പറയും. ആ പണി അവർക്ക് ഉണ്ടായിരുന്നില്ല സഹാബത്തിന്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അൻസാറുകളെ നിങ്ങൾ എങ്ങനെ പറഞ്ഞു? പറഞ്ഞ ആള് പറഞ്ഞു, ഞാനാ പറഞ്ഞു തുടങ്ങിയത്. ശരിയല്ലേ നബി, ഞാനാണത് പറഞ്ഞത്, ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായം ഉണ്ട്. അവരുടെ സത്യസന്ധത, ധീരത, ആത്മാർത്ഥമായ അഭിപ്രായ പ്രകടനം പരസ്യമായി പറയുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ, എന്റെ പോയിന്റ് അതാണ്, നമ്മുടെ പോയിന്റ് അതാണ്, പ്രിയപ്പെട്ട അൻസാറുകളെ, ഹിജറ എന്നൊന്ന് എനിക്ക് വിധിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ജനിക്കേണ്ടത് മദീനയിലാണ്. ഞാൻ ജനിക്കേണ്ടിയിരുന്നത് മദീനയിലായിരുന്നു. ആളുകൾ സമ്പത്തുമായി കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിനെയും അതിന്റെ റസൂലിനെയും പോരെ, നിങ്ങളുടെ വീതത്തിൽ അള്ളാഹു റസൂലുമുണ്ട്. അവർ നിലവിളിച്ചു പോയി, മതി നബിയെ മതി, ഞങ്ങൾക്കൊരു മോദലും വേണ്ട, ഞങ്ങൾക്ക് അള്ളാഹ് നിങ്ങളെ മതി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ, ഞാൻ ചിലർക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് എനിക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിങ്ങൾ വിചാരിക്കരുത്.
സുബ്ഹാനല്ലാഹ് നോക്കിക്കോളട്ടോ. ആ കിട്ടിയത് കൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ അവരുടെ ഈമാൻ ഉറച്ചു നിൽക്കുന്നത്. ആ കിട്ടിയത് കൊണ്ടായിരിക്കാം അവർ ഈമാനിൽ ഉറച്ചു നിൽക്കാൻ അതൊരു കാരണമാകാം. അതുകൊണ്ട് കൊടുത്തതാ. നിങ്ങൾ ഇനി എവിടേക്കും പോകില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ സമ്പത്ത് കണ്ടല്ല എന്റെ കൂടെ നിന്നതെന്ന് എനിക്കറിയാം. ആളുകൾ ഒരു താഴ്വരയിലും അൻസാറുകളും മറ്റൊരു താഴ്വരയിലുമാണെങ്കിൽ ഞാൻ അൻസാറുകളുടെ താഴ്വരയിലായിരിക്കും പോരേ എന്ന് ചോദിച്ചിട്ട് കൊടുത്തത് ശത്രുക്കൾക്കാ കൂടുതൽ. പറഞ്ഞതുപോലെ തന്നെ ആ ശത്രുക്കളെല്ലാം പിന്നീട് ഇസ്ലാമിന്റെ നെടും തൂണുകളായി മാറി. അതിലൊരാൾക്ക് കിട്ടിയത് 400 ഒട്ടകവും 4000 ആടും 40,000 ദിനാറുമായിരുന്നു. ആളങ്ങൾക്കറിയാം, സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് തുടങ്ങിയതാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങിയ അന്നു മുതൽ തുടങ്ങിയതാണ് രഹസ്യമായും പരസ്യമായും സഫ്വാന്റെ ഉപദ്രവം. മറ്റൊന്ന് അബൂ സുഫിയാൻ. ഇവർക്കൊക്കെയാണ് കണ്ടമാനം കൊടുത്തത്. അവസാനം സഫ്വാൻ തന്നെ വിളിച്ചു പറഞ്ഞു, മക്കക്കാരെ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊള്ളുക, ഈ മുഹമ്മദിന് ദാരിദ്ര്യവും പട്ടിണിയും ഒരു പേടിയില്ലടോ, കിട്ടിയത് മുഴുവൻ കൊടുക്കാണ്. മക്കക്കാർ ഒന്നടങ്കം ഇസ്ലാമിൽ. അപ്പൊ അള്ളാഹുവിന്റെ നയനിലപാടുകൾക്ക് പിന്നിൽ നമുക്ക് മനസ്സിലാകാത്ത ഹിക്മത്തുകൾ ധാരാളക്കണക്കിനുണ്ടാകും, യുക്തിന്യായങ്ങളുണ്ടാകും. അതൊക്കെ പിൽക്കാലത്ത് അതിന്റെ ഫലപ്രാപ്തി എത്തുന്നതോട് പഠിക്കുമ്പോഴാണ് അതെന്തായിരുന്നു എന്ന് മനസ്സിലാവുക. ഫോർ എക്സാമ്പിള്, ഹുദൈബിയ സന്ധിയിലെ ഒരു നിലപാട്, ഒരു വ്യവസ്ഥ, മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ അവരെ മദീനയിൽ നിർത്താൻ പാടില്ല, തിരിച്ച് മക്കയിലേക്ക് തന്നെ അയക്കണം എന്നാണ്. അതോടൊപ്പം മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നാൽ അവരെ തിരിച്ച് അയക്കൂല്ലാതെ, അവരെ തിരിച്ച് അയക്കൂല്ലാതെ 10 നിബന്ധനകളിൽ ഒന്നതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു, ഒപ്പിട്ടെടുത്തു. പക്ഷേ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അടക്കം അതിൽ എതിർപ്പുണ്ട്. അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അശ്ഹദു അന്നഹു റസൂലുള്ളാഹ്. അത് അവളുടെ നിലപാടാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, അല്ല അബൂബക്കറെ, അല്ലാഹു ഏകനല്ലേ? ആണ്. ഇദ്ദേഹം അല്ലാഹുവിന്റെ നബിയല്ലേ? ആണ്. നമ്മൾ ഇദ്ദേഹത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഇദ്ദേഹത്തിന് ഉറപ്പല്ലേ? ആണ്. പിന്നെ ഈ ജാതിയുടെ വ്യവസ്ഥക്ക് എന്തിനാ ഒപ്പിട്ട്? അപ്പോഴുള്ള മറുപടി എന്തറിയോ? അശ്ഹദു അന്നഹു റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞോ കാണികൾ. അശ്ഹദു അന്നഹു റസൂലുള്ളാഹ്, എനിക്ക് ഉറപ്പാണ് അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലാണെന്ന് എനിക്ക് ഉറപ്പാണ്. ബാങ്കൊടുക്കാതെ എന്ത് പറ്റി? അപ്പോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അവസാന വാക്ക് അശ്ഹദു അന്നഹു റസൂലുള്ളാഹ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കേണ്ടെന്ന് ഉത്തരവാദിത്വം എനിക്കില്ല. പക്ഷെ ഞാനത് ചോദ്യം ചെയ്യില്ല. കാരണം അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലാണെന്ന് നമുക്ക് ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലൊരു ന്യായം ഉണ്ടാവും, ഒരു യുക്തി ഉണ്ടാവും. എനിക്കത് മനസ്സിലായി കൊള്ളുന്നില്ല. അങ്ങനെ ഹുദൈബിയ സന്ധി അവസാനിച്ചു. മുസ്ലിമീങ്ങൾ തലമുണ്ടനം ചെയ്ത് കൊണ്ടുവന്ന ബലിമൃഗങ്ങളെ അറുത്ത് അതിൻ്റെ ഉംറയിൽ നിന്ന് തഹല്ലുലായി അവർ നാട്ടിലേക്ക് തിരിച്ച് യാത്ര തുടങ്ങി. വഴിയിലൊരിടത്ത് വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു നബിയോട്, നബിയെ, ആ വ്യവസ്ഥ വേണ്ടിനോ? അത് നമ്മളെ നിലയും വിലയും കളയുന്നൊരു വ്യവസ്ഥയില്ലേ? ഏതുള്ള ഈ മക്കത്തുനിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ആണ്ട് തിരിച്ചയക്കണം, എന്നാൽ നമ്മൾ ആരെങ്കിലും അവിടെ പോയാൽ ഓര് തിരിച്ചയക്കൂല എന്ന് പറഞ്ഞ് സമ്മതിക്കാൻ പാടുണ്ടായിരുന്നു. അപ്പോ ചിരിച്ചിട്ട് പറഞ്ഞ്, ഉമറേ, മക്കത്തുനിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നത് ഇസ്ലാം കൊണ്ടല്ലേ? ഓരെ തിരിച്ച് ആണ്ടെന്നെ കൊണ്ടായാലും ഒരു മക്കത്ത് ജീവിക്കണം, സ്ത്രീകളായിട്ടാവുമല്ലോ. അപ്പൊ ഓരെ കണ്ട് ഇസ്ലാം പഠിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവും. അത് നമുക്ക് അല്ലേ? അത് നല്ലതാ നബിയെ. പക്ഷെ ഇവിടുന്ന് ആണ്ട് പോണ ആൾക്കാരെ തിരിച്ചുകൂടില്ല എന്ന് പറഞ്ഞാലോ,
എടോ നമ്മളെ വിട്ടിട്ട് മദീനത്ത് നിന്ന് ആരെങ്കിലും പോകും, മുസ്ലിങ്ങൾ ആരെങ്കിലും ഇവിടുന്ന് പോണോ കാഫറായിട്ടില്ല ഓൻ എന്തിനാ നമ്മക്ക് വേറെന്താ അത് ചെടി ഓനെ നമ്മക്ക് എന്തിനാ. അപ്പൊ മൃദുല പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്നക റസൂലുള്ളാഹ്. അപ്പോ നമ്മള് നമ്മുടെ ദീനിനെ തരം താഴ്ത്തുന്നതിന് പകരം, അതിന് സംശയം നിലനിർത്തുന്നതിന് പകരം അത് അല്ലാഹുവിലേക്ക് കൊടുക്കുക. നമുക്കേ മനസ്സിലാകാത്തതുള്ളൂ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അത്തരം കാര്യങ്ങൾ അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ക്ലിയറാണ് അല്ലേ. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇന്നമാ യൻഹാക്കുമുല്ലാഹു, അള്ളാഹു കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഏതായത്തില് ഫസ്റ്റിൽ ആയത്ത് കണ്ടില്ല നമ്മള്, ലാ തത്തഖിദു അദുവ്വി വഅദുവ്വകും ഔലിയാഅ തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ എന്ന് അള്ളാഹുവിന്റെ കർശനമായ നിരോധനം ആർക്കെതിരെയാണ്? ഇന്നമാ യൻഹാക്കുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീൻ, ദീനിന്റെ പേരിൽ നിങ്ങളോട് പോരാടുന്നവരോട് നിങ്ങൾക്ക് ശത്രുതയാവാം. അവരോട് കൂട്ടുകൂടരുത് ഞാൻ പറഞ്ഞുള്ളൂ. തെറ്റുണ്ടോ? നമ്മളെ വരി കയറി നമ്മളെ തല്ലാൻ പറ്റുന്ന ഒരാളോട് നമുക്ക് ചങ്ങാത്തുണ്ടാവോ? ഉണ്ടാവില്ലല്ലോ. ഇന്നമാ യൻഹാക്കുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീൻ, ദീനിന്റെ പേരിൽ നിങ്ങളോട് ആയുധപ്പെടുത്ത് പോരാടുന്നവരോട് നിങ്ങൾക്ക് സ്നേഹബന്ധം പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വഖറജൂകും മിൻ ദിയാരിക്കും, നിങ്ങളെ നാടുകടത്തി അടങ്ങൂ എന്ന് വെച്ച് അതിനു വേണ്ടി പണിയെടുക്കുന്നവരോട് കൂട്ടുപാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വദാഹറു അലാ ഇഖ്റാജിക്കും, നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നവരോടും കൂട്ടുപാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആർക്കാ എതിർപ്പുള്ളത്? ഏത് ഭരണഘടനയാണ് ഇതിനെ എതിർക്കുന്നത്? ഏത് രാജ്യമാണ് ഇതിനെ എതിർക്കുന്നത്? ഒരു നാടും ഒരു ഭരണഘടനയും ഒരു പീനൽ കോഡും ഈ പറഞ്ഞ നിയമത്തിനെതിരല്ല. എന്നെ തല്ലാൻ വരുന്നവരോട് നിന്ന് ഞാൻ കൈകെട്ടി നിന്നു കൊടുക്കണമെന്ന് ലോകത്തൊരു ഭരണഘടനയും പറയുന്നില്ല. എന്നെ കൊല്ലാൻ വരുന്നവന്റെ മുമ്പിൽ ഞാൻ കഴുത്ത് കാണിച്ചു കൊടുക്കണമെന്ന് ഒരാളും പറയുന്നില്ല. മോനോട് പിന്നെ ഞാൻ സഹകരിച്ചു പോകണം എന്ന് പറയുന്ന ഒരു മതവും ഒരു ഭരണഘടനയും ഒരു നിയമവും ഇല്ല ലോകത്ത്. നമ്മളിത് പറയുമ്പോൾ മാത്രം തീവ്രവാദം നമ്മളത് ഉണ്ടണ്ട, നമ്മുടെ നാട് ശരിയല്ല എന്ന് പറഞ്ഞ് നാടിനെയും കൂടെ മാനം കെടുത്തണം. വേണോ? 5 പേരെയും അവരുടെ അമ്മയെയും 14 കൊല്ലത്തെ വനവാസത്തിനും 1 വർഷത്തെ അജ്ഞാതവാസത്തിനും വിട്ടതിന്റെ പേരിലാണ് 16ാമത് വർഷം കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പുരാണപ്രകാരം പാണ്ഡവരെ 5 പഞ്ചപാണ്ഡവരെയും അവരുടെ അമ്മ കുന്തിദേവിയെയും മുതിർന്ന മകൻ ധർമ്മപുത്രൻ ചൂതുകളിയിൽ തോറ്റ് പണയം വെച്ചതിന്റെ പേരിൽ പിന്നീട് പണയ വസ്തു ഇല്ലാതെ വന്നപ്പോൾ നാട് കടത്താനുള്ള കരാറിൽ ഏർപ്പെട്ട് 14 വർഷം കാട്ടിൽ ജീവിക്കണം, പിന്നെ 1 വർഷം അജ്ഞാതവാസവും നടത്തണം എന്ന കരാറിൽ ഏർപ്പെട്ട് ആ 15 കൊല്ലവും കഴിഞ്ഞിട്ടും തങ്ങൾക്ക് തങ്ങളുടെ നഷ്ടപ്പെട്ട രാജ്യത്തേക്ക് തിരിച്ചു വരാൻ കഴിയാതെ ആയപ്പോഴാണ് കൗരവ പാണ്ഡവ യുദ്ധമുണ്ടായത്, കുരുക്ഷേത്ര യുദ്ധം. പിന്നെ ആർക്കാണിത് തടയാൻ കഴിയുക? അല്ലെങ്കിൽ അന്ന് അവര് ചെയ്തത് തെറ്റാന്ന് പറയണ്ടേ? അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയണ്ടേ? അതാരും പറഞ്ഞില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഒരു കുഴപ്പവുമില്ലാതെ ജീവിച്ചത് ഇന്ത്യ പോലുള്ള പാവപ്പെട്ട രാജ്യങ്ങളെ ലോകത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് മറ്റേ അറ്റം വരെ അടിച്ചൊതുക്കി ജീവിച്ചവരെ അടിമകളാക്കി കൊല്ലങ്ങൾ നൂറ്റാണ്ടുകളോളം കൊണ്ടു നടന്ന ഗ്രേറ്റ് ബ്രിട്ടൻ നമ്മൾ പറയില്ലേ, ഗ്രേറ്റ് ബ്രിട്ടൻ നൂറ്റാണ്ടുകളോളം ചെയ്ത തെമ്മാടിത്തരത്തെ മതവർഗീയത എന്നാരേലും പറയുന്നുണ്ടോ? അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറഞ്ഞ എന്താ കാര്യം? ഒരു ഭാഗത്ത് സൂര്യൻ ഉദിച്ചു തുടങ്ങുമ്പോൾ മറുഭാഗത്ത് അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. അന്നത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ അത്രയും കോളനികൾ ഉണ്ടായിരുന്നു.
എന്നിട്ട് മനുഷ്യരെ മൃഗീയമായി പീഡിപ്പിച്ച് ആ പീഡനത്തെ അർഹത പിന്നെ വിധേയരായ ആളുകൾ ജീവിച്ച നാടല്ലേ മലപ്പുറം. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേനും മാത്രം വർഗീയതയാവുക നമ്മക്ക് തന്നെയാണ് തോന്നല അല്ലേ. ഇന്നമായ എൻഹാക്കുമുല്ലാഹു അനില്ലദീന ഖാതലൂക്കും ഫിദ്ദീൻ, അവരോട് കൂട്ടുവേണ്ട. ദീനിന്റെ പേരിൽ നമ്മളോട് പോരാടുന്നവരോട് ആയുധ പോരാട്ടം, ആദർശ പോരാട്ടമല്ല, ആശയ സംവാദമല്ല, അത് നടത്താനാണ് അള്ളാഹു ആവശ്യപ്പെട്ടത്. പക്ഷെ സായുധമായി ശാരീരികമായി പോരാടുന്ന ആളുകളോട് കൂട്ടുവേണ്ട. നാട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കാൻ ശ്രമിക്കുന്നവരോടും കൂട്ടുവേണ്ട. അതിന് പൈസ കൊടുത്തോ മറ്റോ സഹായിക്കുന്നവരോടും കൂട്ടുവേണ്ട. വമയതവല്ലഹും, അവരെ ആരെങ്കിലും ഔലിയാപ്പാപ്പന്മാരാക്കിയാൽ, വേണ്ടപ്പെട്ട കൈകാര്യകർത്താക്കൾ, രക്ഷകർത്താക്കൾ ഉള്ളുകള്ളിക്കാരാക്കിയാൽ, മുഫസ്സിറുകൾ അങ്ങനെ പറയാം, ഉള്ളുകള്ളിക്കാരാക്കുക. അവരെ ആളുകൾ ആരെങ്കിലും ഉള്ളുകള്ളിക്കാരാക്കിയാൽ ഫൗലായിക ഹുമുൽ ളാലിമൂൻ, ആ ചെയ്തത് അക്രമമാണ്, അവരക്രമികളുമാണ്. അതേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് അടുത്ത പേജോടി പറയുമ്പോൾ സംഭവം ക്ലിയർ ആവും. ഇനി പുതിയൊരു വിഷയമാണ്. ഇതിവിടെ ക്ലിയർ ആയല്ലോ അല്ലേ. പുതിയൊരു വിഷയം അയ്യുഹല്ലദീന ആമനു. നമ്മുടെ ഈ സൂറത്തിന് ഈ പേര് വരാൻ കാരണമായ ആയത്തിതാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തിൻ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്തു വരുന്ന സഹോദരിമാർ, സത്യവിശ്വാസികളായ സഹോദരിമാർ, ഫംതഹിനുഹുന്ന, നിങ്ങൾ അവരെ പരീക്ഷിക്കണം, പരിശോധിച്ചറിയണം, ഉറപ്പുവരുത്തണം. എന്ത് ഉറപ്പുവരുത്തണം? ഫൈൻ അലിബ്തുമൂഹുന്ന മുഅ്മിനാത്തിൻ, നിങ്ങളുടെ അന്വേഷണത്തിൽ നിന്നും പരിശോധനകളിൽ നിന്നും അവർ മുഅ്മിനീങ്ങളാണെന്ന് ഉറപ്പ് വന്നാൽ, നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിയാൽ, ഫലാ തർജിഊന ഇലൽ കുഫാർ, പിന്നീട് അവരുടെ പഴയ കുടുംബങ്ങളിലേക്കോ ഭർത്താക്കന്മാരുടെ അടുത്തേക്കോ അവരെ പിന്നെ നിങ്ങൾ തിരിച്ചുവിടരുത്. സാവധാനം വെച്ചു കണി. സ്ത്രീകൾ മക്കയിൽ നിന്ന് ഹിജറ വന്നാൽ അവരെ മദീനയിൽ സ്വീകരിക്കണമെങ്കിൽ അവർ മുഅ്മിനത്തുകളാണെന്ന് ഉറപ്പിക്കണം. അല്ലെങ്കിൽ അവരിവിടെ വന്ന് പിത്തണ്ടാക്കിയിട്ടതിനിടയിൽ ജീവിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അവർ മുഅ്മിനാത്തുകളാണെന്ന് ഉറപ്പ് വന്നാൽ പിന്നീട് അവരെ മക്കയിലേക്ക് തിരിച്ചയക്കാൻ പാടില്ല. ഇതാണ് ഹുദൈബിയ സന്ധി തകരാനുള്ള ഒരു കാരണം. സഹോദരിമാർ കണ്ടമാനത്ത് ഹിജ്റ വന്നു. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിരിച്ചയക്കണമെന്ന് വ്യവസ്ഥ ചെയ്തത് പുരുഷന്മാരെയാണ്, സ്ത്രീകളെ അതിൽ ഉൾപ്പെടില്ല. സ്ത്രീകൾ അതിൽ ഉൾപ്പെടുകയില്ല. അവരെ തിരിച്ചയക്കാൻ പാടില്ല എന്നുള്ള പറഞ്ഞു. അതിന് അള്ളാഹു പറയുന്ന ന്യായങ്ങൾ ആലോചിച്ചോളി. അത് നമ്മുടെ വാപ്പകാരന്മാര് ഉമ്മമാരാണ് ആദ്യം ആലോചിക്കേണ്ടത്. ഫലാ തർജിഊന ഇലൽ കുഫാർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു എന്താണ്? ലാഹുന്ന ഹില്ലുൻ ലഹും. ഇനി ഈ സഹോദരിമാർ, സത്യവിശ്വാസിനികളായ സഹോദരിമാർ, അവരുടെ നാട്ടിലെ പഴയ മുശ്രിക്കുകളായ ഭർത്താക്കന്മാർക്ക് അനുവദനീയമല്ല. അവർ ഇനി ഭാര്യ ഭർത്താക്കന്മാരല്ല. നല്ല ചിന്തിച്ചോളട്ടോ. വലാഹും യഹില്ലൂന ലഹുന്ന, അത്തരം ഭർത്താക്കന്മാർക്ക് ഈ ഭാര്യമാരോ അത്തരം ഭാര്യമാർക്ക് ഈ ഭർത്താക്കന്മാരോ ഇന്നു മുതൽ ഹലാലല്ല. എന്ന് പറഞ്ഞാല് രണ്ടിൽ ഒരാൾ അമുസ്ലിമായാൽ ആ ബന്ധം അതോടുകൂടി ഇല്ലാതെയാകും എന്നർത്ഥം. രണ്ടിലൊരാൾ ഇസ്ലാമിനെ കൈവിട്ടാൽ അതോടുകൂടി അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലാതായി മാറും. ഈ ആയത്ത് അവതരിക്കുന്നതിന് മുമ്പ് അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായി തന്നെ ജീവിച്ചിരുന്നു. അതിന് ദൂരേക്കൊന്നും പോണ്ട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി, മൂത്ത പുത്രി സൈനബ് റളിയല്ലാഹു തആല അൻഹ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആദ്യ സഹോദരിമാരിൽ ഒരാളാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹയോടൊപ്പം. പക്ഷെ അവരുടെ ഭർത്താവ് അബുൽ ആസ് ബിൻ റബിയ, അദ്ദേഹം മുശ്രിക്കായി തന്നെ തുടർന്നു. അദ്ദേഹം ഉഹദ് യുദ്ധത്തിന്റെ ബദർ യുദ്ധത്തിന് ശേഷമാണ് മുസ്ലിം ആകുന്നത്. അതുവരെ അവർ ഭാര്യയും ഭർത്താവും തന്നെയായി ജീവിച്ചു. സൈനബ് ഹിജറ വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അബുൽ ആസ് ബിൻ റബിയ, ഭർത്താവാണ് സുരക്ഷിതമായി അവരെ മദീനയിൽ കൊണ്ടുവന്ന് വാപ്പയേൽപ്പിച്ചത്. അവർ നിറഞ്ഞ സ്നേഹത്തിലും നിറഞ്ഞ കരുതലിലും ആദര ബഹുമാനത്തിലും പ്രേമത്തിലും തന്നെ ജീവിച്ചു. അവർ ഭാര്യ ഭർത്താക്കന്മാരായി തന്നെ. അബുലാസ് മക്കയിൽ ഒതുങ്ങി, സൈനബ് മദീനയിലേക്ക് വന്നു എങ്കിലും അന്നും അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്.
ബദറിൽ അബുൽ ആസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ യുദ്ധം ചെയ്തു. മരുവനെ പിടിക്കപ്പെട്ട 70 തടവുകാരിൽ ഒരാൾ ഈ അബുൽ ആസ് ആയിരുന്നു. മരുമോനെ അമ്മാസൻ തടവ് പിടിച്ച്. അങ്ങനെ തടവിലിട്ട ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള മോചനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചത് 10 എഴുത്തും വായനയും അറിയാവുന്ന തടവ് പുള്ളികൾ മദീനയിലെ 10 കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുക എന്നാണ്. ഇസ്ലാം വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യമാണത്. അത് നമ്മളിപ്പോൾ വിശദീകരിക്കണില്ല. അതല്ലെങ്കിൽ അവർക്ക് കഴിയാവുന്ന ഒരു സംഖ്യ മോചനദ്രവ്യമായി നൽകുക എന്നാണ്. അബൂൽ ആസ് ഇബ്നു റബീഅ തെരഞ്ഞെടുത്തത് മോചനദ്രവ്യം നൽകാനാണ്. അതിൽ അദ്ദേഹം മക്കയിലേക്ക് ആളെ വിട്ട് കൊണ്ടുവരിച്ചത് ഒരു മാലയാണ്. ആ മാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ അവർക്ക് അദ്ദേഹം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാല കണ്ട് കരഞ്ഞുപോയി. അത് മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ മകളെ കെട്ടിച്ചപ്പോൾ സ്വന്തം കഴുത്തുനിന്ന് ഊരിക്കൊടുത്തതാ. നമ്മളമ്മാര് ചെയ്യുന്നത് തന്നെ, സ്വന്തം കഴുത്തുനിന്ന് ഊരിക്കൊടുത്തതേ. അത് കണ്ടപ്പോൾ നബിയുടെ പിടിമുട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്തിനോട് കൂടിയാലോചിച്ച് പറഞ്ഞു, ബാക്കി ഞാൻ പിന്നെ പറയട്ടോ, ഈ മാല ഞാൻ തിരിച്ചു കൊടുക്കട്ടെ, അബുൽ ആസിനെ ഞാൻ മോചിപ്പിക്കട്ടെ, നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. അവിടെ നമുക്ക് വേറൊരു പാടാനുള്ളത്, നിയമം എല്ലാവർക്കും ഒന്ന് തന്നെ, നേതാവിനും അനുയായിക്കും. നേതാവ് അങ്ങനെ മറ്റൊരു അഭിപ്രായ തീരുമാനമെടുക്കണമെങ്കിൽ അനുയായികളോട് ചോദിച്ച് സമ്മതം വാങ്ങണം. ഞാനാ പ്രസിഡന്റ് എനിക്കെന്തോ ആക്കാന്നല്ല, ഞാനാണ് പള്ളി കത്തീവ്, ഞാനാണ് പറയും നിങ്ങളാണ് കേട്ടാൽ മതി എന്നുള്ളതല്ല ഇസ്ലാമിന്റെ പോളിസി. നബി തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ നിലവിളിച്ചു പോയി. അവരിൽ പലർക്കും ആ മാല അറിയാമായിരുന്നു. കൊടുക്കാൻ പറഞ്ഞു, അബുൽ ആസിനെ മോചിപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കണ്ടീഷൻ വെച്ചു. അബുൽ ആസ്, എൻ്റെ മോളെ എനിക്ക് തിരിച്ചു വേണം, അവളോട് കൊടുത്താക്കിയേക്കുന്നു. അതുവരെ മരുമകൻ അമ്മോസനെതിരെ പോരാടുമ്പോഴും മകൾ അയാളുടെ ഭാര്യയായി മക്കയിൽ ജീവിക്കുന്നു. നല്ല മുഅ്മിനത്തായി. അബുൽ ആസ് കൊണ്ടുവന്നാക്കി കൊടുത്തു. അപ്പോൾ ഇസ്ലാമിന്റെ ആദ്യത്തെ 13-14 വർഷക്കാലത്തോളം 15 വർഷക്കാലത്തോളം അബൂൽ ആസ് ഇബ്നു റബീഅയും സൈനബ് ബിൻത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ്. ഒരാൾ മുസ്ലിമത്തും ഒരാൾ മുശ്രിക്കത്തും. പക്ഷെ പ്രിയപ്പെട്ട മക്കളെ, ആ നിയമം മാറിയിരിക്കുന്നു. നിങ്ങൾ അവിടെ ഇവിടെ കൂടെ പോയി കെട്ടിക്കൊണ്ടുവരുന്നത് ഈ കോലത്തിലാണെങ്കിൽ ഇപ്പോൾ അത് അനുവദനീയമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ലാഹുന്ന ഹില്ലുൻ ലഹും വലാഹും യഹില്ലൂന ലഹുന്ന. ആ നിയമം ഇതാ, ആ അനുവാദം ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അവിടെ ഇവിടെയും പോയി ആരാന്റെ മക്കളെ പൊട്ടിക്കൊണ്ടുവരാനും പാടില്ല, അത് അമുസ്ലിം ആയാലും പാടില്ല, അല്ലെങ്കിലും പാടില്ല, അത് വേറെ വിഷയം. പക്ഷേ എല്ലാം കളിച്ച് ഈ യൂത്ത് വൈബിന്റെ പേരിൽ എന്ത് തെമ്മാടിത്തരവുമാകാം എന്നത് പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെങ്കിലും അവസാനിപ്പിക്കണം. അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും ഹിദായത്ത് നിലനിർത്തി തരുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.